In the morning class, we introduced the navigation buttons. First one is back, second one forward, next close button, next refresh button, home button. So these are the 5 buttons mainly we have to study. Okay. And I shared the video and I showed you, isn't it? Page 89, take. Next. If you want to search for a topic in Google, you can type the particular topic and press enter key instead of Google search to search for information. See here, നമ്മൾ രാവിലെ ഞാൻ നിങ്ങളെ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ കാണിച്ചായിരുന്നു എങ്ങനെയാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഹിമാലയത്തെക്കുറിച്ച് അറിയാനാണെങ്കിൽ ഹിമാലയ എന്നുള്ളത് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ എൻ്റർ കീ അടിച്ചാൽ മതി. നമ്മുടെ പിന്നെ ഗൂഗിളിൽ സെർച്ചിന് കൊടുക്കുന്നതിന് പകരം search കൊടുത്താലും കുഴപ്പമില്ല. Instead we can give just press the enter key also, no problem. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമ്മൾ enter key അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് സെർച്ച് ആയിക്കോളും. Look at this website. Camera പോയോ? Okay. Here one website has been given. Look at this website that read to opened. Name the web browser and the website. Check your progress. Youth library find. This website is open. Youth library and the സംഭവമാണ് അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. Good evening, teacher. Good evening. Good evening. Yes. This is web browser le Opera website ആണ്. Opera ആണോ? Where is Opera? അതിന്റെ ആ സൈഡിലാത്ത ഒപ്പേറേന്റെ പോലത്തെ ഒരു സംഭവം ഇരിക്കുന്ന ഒരു ചിഹ്നം കണ്ടോ? Neat place for kids, Temple Public Library, Opera. താഴെ ഗൂഗിൾ കണ്ടോ? പവേർഡ് ബൈ ഗൂഗിൾ. ഓക്കെ, ദിസ് ഈസ് ഒപ്പേര ആണ്. ഫസ്റ്റ് ഒപ്പേരയിൽ നിന്ന് പിന്നെ ഗൂഗിളിലേക്ക് പോയിട്ട് സെർച്ച് ചെയ്യുന്നത് കണ്ടോ? ഒപ്പേര കണ്ടോ നിങ്ങൾ? മേലെ ഏറ്റവും നല്ല ഫസ്റ്റ് വേർഡ് അല്ലേ? നീറ്റ് പ്ലേസ് ഫോർ കിഡ്സ്, പബ്ലിക് library, Opera. Kando? So this is a Opera web browser. You can write there. Or dash website neat places for kids, temple public. ഇത് ആരെ പറയുന്ന ആളാരാണ്? മുഹമ്മദേ, ഒന്ന് മോൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ടീച്ചർ പറയുന്ന മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ മൈൻഡ് എവിടെയെങ്കിലും ആയിരിക്കും. എന്നിട്ട് പിന്നെ ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ഇവിടെ തന്നിരിക്കുന്ന പേജ് 89 തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലുക്ക് അറ്റ് ദിസ് വെബ്സൈറ്റ് ദാറ്റ് റീഡ് ടു ഓപ്പൺഡ്. നെയിം ദ വെബ് ബ്രൗസർ ആൻഡ് ദ വെബ്സൈറ്റ്. അപ്പം വെബ് ബ്രൗസർ ഏതാണ്? ഒപ്പേര. റൈറ്റ് ദ സ്പെല്ലിംഗ് ഒപ്പേര. അവിടെ സ്പെല്ലിംഗ് ഉണ്ട് ഒപ്പേര എന്നുള്ളത്. OPERA, ഒപ്പേര. റൈറ്റ്. Muhammad Rais, please on your video. വെബ്സൈറ്റ് ഏതാണ് അവിടെ? ഒപ്പേര വെബ്സൈറ്റ് എഴുതണോ? ഒപ്പേര എന്ന് മാത്രം എഴുതിയാൽ മതി. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? കാരണം നമുക്ക് അവിടെ വെബ്സൈറ്റിന്റെ പേര് എഴുതാനുണ്ട്. വെബ്സൈറ്റ് ഏതാണ്? HTTP അതാരാ സംസാരിക്കുന്ന ആള്? www.temp.gov/youth-grade-school/kids-web-gates.htm. അത്രയുണ്ട്. അത് മുഴുവൻ എഴുതാനുള്ള സ്പേസ് കാണിയല്ല. നിങ്ങൾ എഴുതിച്ചാൽ തെറ്റും. അവിടെ ഒന്ന് നിങ്ങൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അഡ്രസ് ബാർ ഇല്ലേ? വെബ്സൈറ്റ്
മിസ്സേ യെസ്. സെക്യൂർ പ്രോഗ്രസ് ഇല്ലേ? സെക്യൂർ പ്രോഗ്രസ്. ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളത് അതില് ഒപ്പേരാന്ന് എഴുതണം. എന്റെ പൊന്നെ, നീ ആ വീഡിയോ ഒന്ന് ഓണാക്കിക്കേ. ഓക്കെ, ഇവിടെ കണ്ടോ? ചെക്ക് യുവർ അല്ല, ഇവിടെ ഒരു ഡാഷ് കിടക്കുന്നുണ്ടോ മോനെ? അവിടെ എഴുതേണ്ടത് പേര. അത്ര എഴുതിയാ മതി, നീ വേറെ ഒന്നും എഴുതണ്ട. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് വേൾഡ് വൈഡ് വെബ്, WWW. നമ്മളിങ്ങനെ ഒരു വെബ്സൈറ്റിന്റെ ഇത് പറയുമ്പോൾ www.com എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ഓക്കെ, എന്താണത്? WWW വേൾഡ് വൈഡ് വെബ്. The World Wide Web is a part of the internet. It is a collection of millions of pages of information. Each individual page is called a web page. So, ഈ www. എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് it is a part of internet and it has a lot of information. Now see, morning when I opened, you might have seen about tsunami. When we opened that, so many web pages were opened. പല യൂട്യൂബുകളുടെയും പല ആൾക്കാരുടെയും വെബ് പേജസ് അതിനകത്ത് ഓപ്പൺ ആയി. നമ്മൾ അതിൽ നിന്ന് 1-2 സെലക്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തല്ലേ? ഓക്കെ, എ വെബ് പേജ് കണ്ടെയ്ൻസ് ടെക്സ്റ്റ്, ഇമേജസ്, അനിമേഷൻ, വീഡിയോസ് ആൻഡ് സോ ഓൺ. സുനാമി ഇൻ കേരള എന്ന് പറഞ്ഞ് ഞാൻ അടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ ഒരു വെബ്സൈറ്റ് യു ക്യാൻ സീ നൗ. Can you see this? I'm sharing the screen. Can you see this? Okay, see here. This is Google. And here tsunami in Kerala എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കുക. അപ്പൊ ഇത് ഇവിടെ ഓൾറെഡി ഉണ്ട്. എന്താ മോളെ എഴുതുന്ന ഹന്നക്കുട്ടി? ലുക്ക് അറ്റ് ദ സ്ക്രീൻ. ഓക്കെ, സോ ഇങ്ങനെ കുറെ സംഭവം വന്നു. ഇതിനകത്ത് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, വീഡിയോസ് ഉണ്ട്. നമുക്ക് വീഡിയോസ് ആണ് കാണേണ്ടത്, സുനാമിയുടെ വീഡിയോസ് ആണ് കാണേണ്ടതെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഹിയർ. ഇഫ് യു വാണ്ട് ടു നോ ദ ന്യൂസ് ദെൻ ക്ലിക്ക് ഓൺ ദിസ് ന്യൂസ്, ഇമേജ്, ഷോപ്പിംഗ്, മോർ എന്നൊക്കെ പറഞ്ഞ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സപ്പോസ് ഇതിനകത്ത് വീഡിയോയെ കാണേണ്ടതെന്ന് വിചാരിക്കുക, ജസ്റ്റ് ക്ലിക്ക് ഓൺ വീഡിയോ. സോ ഇതിൽ തന്നെ നോക്കുക, കുറേ ഉണ്ട്. ഈ 2004 സുനാമിയെ കുറിച്ച് പല www.youtube.com, ഇത് www.youtube.com, വേറെ അങ്ങനെ കുറേ എണ്ണം യൂട്യൂബിൽ ഇട്ടേക്കുന്ന കുറേ വെബ്സൈറ്റുകൾ. ഇത്രയുണ്ട്. ഇനിയുണ്ട്, നമുക്ക് സെർച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഇന്ന് താഴോട്ട് ഇനിയുണ്ട്. ഓക്കെ, സുനാമി. തമിഴാണ്. അവിടെ നിന്ന് ആൾക്കാരെയൊക്കെ ഇപ്പൊ സുനാമി കൊണ്ടുപോയത് കണ്ടോ? ഒരൊറ്റ സെക്കൻഡ്. ഇത്രയും ആൾക്കാർ അവിടെ നിന്നിപ്പോ സുനാമി വന്നിട്ടോ, ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല.
ഇതാ ഇത് നോക്കണേ, 1 സെക്കൻഡ്. ഒരൊറ്റ ഇത് കടല് പുറകോട്ട് വലിയുന്നു. ഒരു മിനിറ്റ്. ഇനി ഇത് ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലാണ് എന്തെടുക്കുന്നത്. ഇതാ പൊങ്ങി വരുന്നുണ്ട് തിരമല. നോക്ക്, കടല് പുറകോട്ട് വലിഞ്ഞു പോയത്. മുഹമ്മദേ വരയ്ക്കുന്ന ഞാനുണ്ടല്ലോ. മിസ് ഞാൻ വരച്ചിട്ടില്ല. പിന്നെ ആരുടെ സ്ക്രീനിൽ മുഹമ്മദ് എന്നുള്ള പേര് തെളിഞ്ഞത്? മിസ് ഞാൻ വരച്ചിട്ടില്ല. See this. They have lost their houses and all. See. Okay, this is enough, I think. റുവൈസ് ആരാ വരച്ചത്? മുഹമ്മദ് റുവൈസ് ആണോ മുഹമ്മദ് കെ ആണോ വരച്ചത്? മുഹമ്മദ് എന്ന് പേര് തെളിഞ്ഞായിരുന്നു. മുഹമ്മദ് റുവൈസ് ഇത്ര സമയം എവിടെയായിരുന്നു? വീഡിയോ ഒക്കെ ഓഫ് ആക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഓഫ് ആക്കാൻ പാടില്ല എന്ന്. കള്ളത്തരം കാട്ടിക്കൂട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നിങ്ങളെ കാണിച്ച എന്തിനാണ് ഞാനിപ്പം നമ്മള് അതിന്റെ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കുറിച്ചുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ, ഒരുപാട് വെബ് പേജുകൾ ഓപ്പൺ ആകും. ഞാൻ അതിലൊരെണ്ണം ഓപ്പൺ ചെയ്തത് കുറെ എണ്ണം അതിനകത്ത് കണ്ടു അല്ലേ? ഓക്കെ, സോ എ വെബ് പേജ് കണ്ടെയ്ൻസ് ടെക്സ്റ്റ്, ഇമേജസ്, ആനിമേഷൻ, വീഡിയോസ് ആൻഡ് സോ ഓൺ. ഇന്നത്തെ വീഡിയോസ് നമുക്ക് വേണമെങ്കിൽ വീഡിയോസ് കാണാൻ പറ്റും, ഇമേജസ് മാത്രമാണെങ്കിൽ ഇമേജസ് മാത്രം കാണാൻ പറ്റും, പിന്നെ അതിനെ കുറിച്ചുള്ള ആനിമേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ദാറ്റ് വേ. A web browser searches for the desired information in the World Wide Web. A website is a collection of various related web pages. ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ സുനാമി എന്നടിച്ചു. ജോസി എന്താ മേലോട്ട് നോക്കിയിരുന്നു വർത്താനം പറയുന്നേ? ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയുന്ന സ്വഭാവം തുടങ്ങിയോ? ഉച്ച സമയം, അത് കാരണം. മുഹമ്മദ് റുവൈസ് പിന്നെയും വീഡിയോ ഓഫ് ആക്കിയിട്ട് പോയി. ഓക്കെ, സോ നമ്മളിപ്പം ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ദ വേൾഡ് വൈഡ് വെബ്. എ വെബ്സൈറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വേരിയസ് റിലേറ്റഡ് വെബ് പേജസ്. അതുമായിട്ട് ബന്ധപ്പെട്ട്, സുനാമിയായിട്ട് ബന്ധപ്പെട്ട ഒറ്റ ഒരു വീഡിയോ അല്ല, പല വീഡിയോസും അതിനകത്തുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, യുവർ സ്കൂൾ മേ ഹാവ് എ വെബ്സൈറ്റ് വിത്ത് മെനി വെബ് പേജസ് ക്യാരിങ് ഇൻഫർമേഷൻ അബൌട്ട് യുവർ സ്കൂള്. അതിപ്പോ ഞാൻ പറഞ്ഞ സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്ക് അത്ര അറിയത്തില്ല. ഇപ്പം ടീച്ചർ കാണിച്ചു തന്നത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സുനാമി എന്ന് അടിച്ചു കൊടുത്തപ്പോൾ പല തരത്തിലുള്ള വെബ് പേജുകളും അതിനകത്ത് വന്നു, കുറേ എണ്ണം വന്നു. ഞാൻ നോക്കട്ടെ ഒന്നുകൂടെ വീഡിയോ. அரசு தன்னார்வ அமைப்புகள் மட்டுமின்றி உலகம் முழுவதும் உள்ள மக்களிடமிருந்து உதவிகள் வந்தடைந்தன. ബാധിക്കപ്പെട്ട മക്കൾ തങ്ങളുടെ ഇയൽബിൽ. ഓക്കെ, ഇവിടുന്ന് ഈ ബട്ടൺ അമർത്തി ബാക്കിലേക്ക് പോകുന്നു. ബാക്കിലേക്ക് ചെന്നപ്പോൾ ഇതാ സുനാമിയെ സംബന്ധിച്ച് കുറേ ഉണ്ട്. സുനാമി ഹൗസസ് കേരള യൂട്യൂബ്, റിമംബറൻസ് ഓഫ് സുനാമി ഡിസംബർ 26, 2004 ഇൻ തമിഴ്നാടു, സുനാമി ദുരന്തത്തിന് 15 ആണ്ട് 2004. അങ്ങനെ കുറെ വീഡിയോ ഓഫ് ആയി, സാരമില്ല. അങ്ങനെ കുറെ ഉണ്ട്. ഇനി ഇതിന് മേളിലോട്ട് കുറെ കിടക്കുവാണ്. ഇതെല്ലാം ദീസ് ഓൾ ആർ റിഗാർഡിങ് അബൌട്ട് സുനാമി.
On 14th anniversary of 2004 deadly tsunami, Indonesia still 16 years after Indian Ocean tsunami. A look back at the so many are there. നാളെ മുട്ട വലിച്ചെറിയാന് ഇതാണ് എന്തോ അതിനിടയ്ക്ക് സംഭവിച്ച റിവൈസേ അൺമ്യൂട്ട് ചെയ്തിട്ട് മുട്ട വലിച്ചെറിയാന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. വടിസേറ്റ് ഞാൻ വിചാരിച്ചു ജോസിക്കാണ് പരിസരബോധം പോയെന്ന്. ഇപ്പൊ നിനക്കാണ് പോയത് റിവൈസേ. ജോസി പിന്നെ പറഞ്ഞതൊന്നും കേട്ടില്ല, മേളിലോട്ട് നോക്കി തന്നെ ഇരുന്ന് പറയായിരുന്നു. ഇപ്പൊ എന്ത് പറ്റി റിവൈസ്? ഹാവ് യു ലോസ്റ്റ് യുവർ കോമൺ സെൻസ്? ഓക്കെ ഓക്കെ ശരി. നെക്സ്റ്റ് ഇപ്പൊ നിങ്ങൾ മനസ്സിലായില്ല അത്? ഓണിയൻ പ്രൈസസ് ടു റിമെയിൻ ഹൈ ഫോർ 3 more. Next, moving around the World Wide Web. There are millions of pages on the World Wide Web. You must be wondering how does one see these pages and move from one to other? The answer is simple. The page on the World Wide Web are connected. World Wide page is connected. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ സുനാമിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വീഡിയോസ് ആണ്. ഇത് വീഡിയോസ്. ഇനി സുനാമിയെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അവിടെ തന്നെ ഉണ്ട്. ഇനി സുനാമിയെ സംബന്ധിച്ചിടത്തോളം ഇമേജസ് കാണണമെങ്കിൽ ഇതാ ഇമേജസ്. ഇനി സുനാമി സംഭവിച്ച സ്ഥലങ്ങളിലെ മാപ്സ് ഉണ്ട്. ഇനി ഓരോന്നോരോന്ന് ബാക്ക് പോയി. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ വെബ്സൈറ്റിൽ ഇത് ഇവിടുന്ന് മാറ്റാതെ തന്നെ നമുക്ക് വേറെ ഒരു ഇതിലേക്ക് പോകാം. അതങ്ങോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് 3D ഷേപ്സ് ഇൻ പ്രിസംസ് കുറേ ഏതൊക്കെ ഉണ്ട്. ATM പാർട്സ് നമ്മൾ പുതിയ ഒരെണ്ണം എടുക്കാം, പുതിയൊരു ടോപ്പിക്ക്. വാട്ട് ഡു വി ഹാവ് ടു ടേക്ക് ന്യൂ ടോപ്പിക്ക്? www. LIGH Trollite India. India.com. എന്നാണ് നമ്മുടെ ട്രൂലൈറ്റിന്റെ വെബ്സൈറ്റ് ഏതാണെന്ന് അറിയത്തില്ല. യെസ്, സീ ദിസ്. നമ്മുടെ ട്രൂലൈറ്റിന്റെ വെബ്സൈറ്റ് അടിച്ചു കൊടുത്തപ്പോൾ വന്നേണ്ടാ. ഇതൊക്കെ ആരാണ്? കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാന്റ് നട്ടത് ഓർമ്മയുണ്ടോ? നോട്ട് ലാസ്റ്റ് ഇയർ, ദിസ് ഇയർ. എന്താ നമ്മുടെ ട്രൂലൈറ്റിലെ നിഹാര, എന്താ ഇതാരാ നമ്മുടെ സിനാൻ, സമഗ്ന, ഭാവയാമി, കണ്ടോ? നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയതുകൊണ്ടോ? www.truelightindia.com. ഇത് പ്രോഗ്രസ് കാർഡ്സാ. ക്ലാസ് ആകർഷണം. Elocution English Class 3 First Prize Muhammad Sinan. See?
election English election not elocution. ലാസ്റ്റ് ഇയർ നമ്മളിവിടെ പ്രസംഗ മത്സരമൊക്കെ നടത്തിയില്ലായിരുന്നോ? അതിന്റെ ഫോട്ടോ നമ്മുടെ വെബ്സൈറ്റിൽ കിടക്കുന്നതാടാ. ഓക്കെ, ഇത് ഞാൻ കാണിച്ചത് നമ്മുടെ വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പൊ നമ്മുടെ സ്കൂളിന്റെ വെബ്സൈറ്റ് ആയിരുന്നു, അടിച്ചു കൊടുത്തപ്പോ ഇങ്ങനെ വന്നു. Okay. There are millions of pages on the World Wide Web. You must be wondering how does one see these pages and move from one to another. So answer is simple. It is related to one another. അതായത് ഇതെല്ലാം കൂടെ കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഒരെണ്ണം സെർച്ച് ചെയ്തുകൊണ്ടിരുന്നിടത്ത് അത് കണ്ടുകൊണ്ടിരുന്നിടത്ത് ജസ്റ്റ് അവിടെ നിന്ന് തന്നെ നമുക്ക് വെബ്സൈറ്റ് മാറ്റാൻ പറ്റി അല്ലേ? നമ്മുടെ സ്കൂളിന്റെ വെബ്സൈറ്റ് എടുത്തു, നിങ്ങളിപ്പം വീഡിയോസ് ഒക്കെ കണ്ടു അല്ലേ? സോറി, ഫോട്ടോസ് ഒക്കെ കണ്ടു. Then the pages are linked together using hyperlinks. A hyperlink is a clickable area on web page. ഞാൻ നിങ്ങളെ കാണിച്ചത് ഓർമ്മയുണ്ടോ? അതായത് clickable area means ഓപ്പൺ ആവൂല. എന്താ പറ്റി? ഓപ്പൺ ആവുന്നില്ല. എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മളൊരു സാധനം ഓപ്പൺ ചെയ്തായിരുന്നു അല്ലേ? See, look here. Can you see this? Can you see this? Where is the mouse click cursor? Can you see the cursor? Okay, it's here, isn't it? Okay, if ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനടുത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ബാക്ക് സ്പേസ് അടിക്കുക, തീർക്കുക അത്. എന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും പുതിയ വേണമെങ്കിൽ എടുക്കാം. ഇനി അപ്പൊ നമുക്ക് ഇവിടെ ക്ലിക്കബിൾ ഏരിയ ഉണ്ട്. ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് നമ്മൾ വേറൊരെണ്ണം സെർച്ച് ചെയ്തെടുക്കുന്നു. Hyperlink is a clickable area on a web page. Website use hyperlinks for their table of contents and home pages. Users click on the hyperlink for the topic or the page they want to read and the browser opens that page. So this is the clickable area. മനസ്സിലായ? ക്ലിക്കബിൾ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് ഒക്കെ അടിച്ചു കൊടുക്കാനുള്ള സ്ഥലം, സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, truelightindia.com ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങോട്ട് മാറ്റുന്നു വീണ്ടും. വൺസ് അഗൈൻ സീ ദിസ്. ഇനി നമുക്ക് ഇവിടെ വേറെ എന്താണ് വെച്ചെന്നാൽ അടിച്ചു കൊടുക്കാം. Did you understand? Okay, this is clickable area. And here നമുക്ക് we can type the website and just press the enter key or just click on search. This is search. Search എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ എൻ്റർ കീ അടിച്ചാലും മതി. യെസ്, വാട്സാപ്പിന്റെ ഇതാണല്ലോ കാണാൻ പറ്റുന്നത്. വേറെ കണ്ടില്ല? ഇല്ല. ഇല്ലേ? വാട്സപ്പ് ഞാനിവിടെ ഓപ്പൺ ആക്കി. ഇതല്ല നിങ്ങൾ പറഞ്ഞേ, ഇതെല്ലാം ഞാൻ ഓപ്പൺ ആക്കിയ സംഭവം ഇതല്ലായിരുന്നു. സ്റ്റോപ്പ് ഷെയർ കൊടുക്കുന്നു ഞാൻ. ഇപ്പൊ ഇവിടെ ഗൂഗിൾ വന്നു അല്ലേ? ഇവിടെ നമുക്ക് സെർച്ച് കൊടുക്കാം. www.truelight.com എന്ന് പറഞ്ഞിട്ട് വന്നു. ഇത് നമ്മുടെ സ്കൂളിന്റെ പിക്ചർ കണ്ടോ? Did you see this? Yes. Yes. ഇനി നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകളൊക്കെ നമുക്ക് അറിയാൻ. Truelight, our mission in sums, the teacher application, our programs, പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നാണ്. പേയ്മെന്റ്, ഓവർവ്യൂ,
നമുക്ക് ചെറിയ എന്തോ നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടാന്ന് തോന്നുന്നു. ഇതാ നമ്മുടെ എംബ്ലം, ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂൾ. ഓക്കെ, ഇത് ആപ്ലിക്കേഷൻ ഫോം. നമ്മുടെ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഫില്ല് ചെയ്തൊരു ഫോമില്ലേ? അല്ല, സോറി, ദിസ് ഈസ് എ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഫോം. When you come to take an admission in our school, this form you have to fill. Otherwise, if you are taking the admission from your home itself, means by online method, this form you should fill, and then last finally നമ്മുടെ താഴെ നമുക്കൊരു സബ്മിറ്റ് ഓപ്ഷൻ കാണും, രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇപ്പൊ മനസ്സിലായില്ലേ? നമുക്ക് മനസ്സിലായോ? സി ഫോട്ടോസ് എന്ന് പറഞ്ഞ ഇവിടെ ഫോട്ടോസ് വന്നിട്ട് നോക്കട്ടെ. സൂം ചെയ്തപ്പം നമ്മുടെ സ്കൂളിന്റെ ഫോട്ടോ അറ്റ് നൈറ്റ് ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. See this? First, when you came to the school, it was like this, isn't it? ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു നേരത്തെ ഇവിടെ, അല്ലേ? ഇപ്പൊ ഇത് അപ്പുറത്തോട്ട് മാറ്റി. ഓക്കെ, see this? Last year's assembly. This is last year's first opening day. Last year's Children's Day celebration. This is Independence Day celebration. Last year when we went for tour. Last year, my dear. That's all I think. Okay. So, ഇപ്പൊ ഇതെല്ലാം നിങ്ങളെ കാണിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ വെബ്സൈറ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിനെ കുറിച്ചുള്ള, നമ്മുടെ സ്കൂളിന്റെ വെബ്സൈറ്റ് ആണ്, സ്കൂളിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ അതിനകത്ത് കാണാം. ഇതുപോലെ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. Website or to a page on some other websites. Any part of the web page can be linked. നമ്മുടെ ഇതും അതും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്യാനും പറ്റും. To related information anywhere else on the World Wide Web. If you look at the home page of the Google News, it will show headlines from newspapers available all around the world. ഇപ്പൊ നമ്മളൊരു ന്യൂസ് പേപ്പറിന്റെ ഒരു ന്യൂസിനെ ഒരു സപ്പോസ് നമ്മുടെ
ഇതിപ്പോ ഒരു ന്യൂസ് നമ്മൾ സുനാമി എടുത്തു, സുനാമിയെ കുറിച്ചുള്ള ന്യൂസ് അല്ലെങ്കിൽ വീഡിയോസ് എടുത്തു, അത് ലോകത്തിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള വെബ്സൈറ്റിൽ നിന്നുള്ളതും നമുക്ക് ആ ഒരു പേജിൽ കാണാൻ പറ്റും. പല 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 വെർഷൻസ് നമ്മൾ കണ്ടു അല്ലെ, ഇൻ മലയാളം, ഇൻ തമിഴ്, ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ഓൾ വി സോ, isn't it? Okay, then if you look at the home page of the Google News, it will show headlines from the newspapers available all around the world. If you move the mouse pointer over a headline, it will change to hand mark. കൈ നമുക്ക് ഇങ്ങനെ കാണിക്കുന്നത് പോലെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്ന പോലെ ഹാൻഡ് മാർക്ക് ആണ്. when it points on a hyperlink, if you click on the headline, the browser will take you to the website of that newspaper and you can read the whole article. You will learn more on internet and website in class 6. നമുക്ക് ക്ലാസ് 6ൽ പഠിക്കാൻ പറ്റും ഇതിനെ കുറിച്ച് കൂടുതൽ. ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഞാൻ കാണിച്ചത് മനസ്സിലായോ? ഒരു വെബ്സൈറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു, ക്യാമറ പിന്നെയും പോവാണല്ലോ. ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ആ വെബ്സൈറ്റിലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നു. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ ഓൾ ഓവർ ദ വേൾഡിൽ നിന്നും ആ ടോപ്പിക്കിനെ കുറിച്ച് ഇട്ടിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സുനാമിയുടെ കുറേ വീഡിയോസ് അതിനകത്തുണ്ട്. അതെല്ലാം ഡിഫറെന്റ് വെബ്സൈറ്റിൽ നിന്നും വന്നിരിക്കുന്നതാണ് അല്ലേ? ഒരു സ്ഥലത്തു നിന്നല്ല, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലുണ്ട്, അങ്ങനെ. നമ്മൾ കഴിഞ്ഞ ദിവസം solar eclipse, lunar eclipse and all we watched, isn't it? That too had a different websites like that. പല വെബ്സൈറ്റുകളുടെ ക്ലിപ്സ് അതിനകത്ത് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇൻഫോർമേഷൻസ്. Okay, we will continue in the next class. Tomorrow there is no class, but tomorrow you have Arabic exam, I think.